നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കവെയാണ് ഈ വർഷത്തെ വനിതാ ദിനം മാർച്ച് 8 വന്നെത്തുന്നത്. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം, സമത്വം, സ്വാതന്ത്ര്യം തുടങ്ങിയവ ലക്ഷ്യമിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമാണ് വനിതാ ദിനത്തിൽ നടന്നുവരുന്നത്. സ്ത്രീകൾക്കായി നിക്ഷേപിക്കുക, പുരോഗതിയെ ത്വരിതപ്പെടുത്തുക എന്നതാണ് 2024 മാർച്ച് 8 വനിതാ ദിനത്തിന്റെ ഭാഗമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച ആശയം. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പുരോഗമനത്തെക്കുറിച്ചും സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഈ സമത്വമെല്ലാം പ്രാവർത്തികമാക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് ഇന്നും പ്രസക്തിയേറെയാണ്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 3 പ്രധാന മുന്നണികൾ എത്ര സ്ത്രീകൾക്കാണ് മത്സരിക്കാൻ അവസരം നൽകിയിരിക്കുന്നതെന്നും അവർ ആരൊക്കെയാണെന്നും നോക്കാം. കേരളത്തിലെ 20 സീറ്റുകളിലും LDF മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. NDA മുന്നണിക്ക് നേതൃത്വം നൽകുന്ന BJP 12 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. UDFൽ ഘടകകക്ഷികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും കോൺഗ്രസ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അതേസമയം സിറ്റിംഗ് MPമാരെല്ലാം കളത്തിലിറങ്ങുമെന്നാണ് അറിയാൻ കഴിയുക. നിലവിലെ സാഹചര്യത്തിൽ 7 വനിതാ സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് ജനവിധി നേടുമെന്ന് ഉറപ്പായിട്ടുള്ളത്. CPM നേതാക്കളായ KK ശൈലജ, KJ ഷൈൻ, CPI ദേശീയ നേതാവ് ആനി രാജ, BJP നേതാക്കളായ ശോഭ സുരേന്ദ്രൻ, നിവേദിത സുബ്രഹ്മണ്യൻ, ML അശ്വനി, കോൺഗ്രസിൽ നിന്ന് ആലത്തൂർ സിറ്റിംഗ് MP രമ്യ ഹരിദാസ് എന്നിവർ. BJPയുടെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതാ നേതാക്കൾ ഇടം പിടിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ UDFൽ നിന്ന് ഇത്തവണ രമ്യ ഹരിദാസ് മാത്രമാകും ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഏക വനിത. നിലവിൽ കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ പാർലമെന്റ് അംഗവും രമ്യ ഹരിദാസ് ആണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളിൽ നിന്നും 2 വീതം വനിതാ സ്ഥാനാർത്ഥികളായിരുന്നു ജനവിധി നേടിയത്. CPMൽ നിന്ന് PK ശ്രീമതി ടീച്ചർ കണ്ണൂരിലും നിലവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിലും മത്സരിച്ചു. CPIയിൽ നിന്ന് വനിതകളാരും മത്സരരംഗത്തുണ്ടായില്ല. കോൺഗ്രസിൽ നിന്ന് രമ്യ ഹരിദാസിന് പുറമേ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ഷാനിമോൾ ഉസ്മാനും ജനവിധി നേടിയിരുന്നു. BJPക്ക് ശോഭ സുരേന്ദ്രൻ ആറ്റിങ്ങലിലും VT രമ പൊന്നാനിയിലും മത്സരിച്ചു. ഇത്തവണ CPM കേന്ദ്ര കമ്മിറ്റി അംഗവും കേരളത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാളുമായ KK ശൈലജ വടകരയിൽ നിന്നാണ് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്. 1ാം പിണറായി സർക്കാരിൽ ആരോഗ്യവകുപ്പിൽ മന്ത്രിയായിരിക്കെ നിപ്പ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ നേതാവാണ് KK ശൈലജ. പറവൂർ മുനിസിപ്പാലിറ്റി കൗൺസിലറായ KJ ഷൈൻ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി നേടുന്നത്. CPM പറവൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമാണ്. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയുമായ ആനി രാജ വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. കണ്ണൂർ ഇരട്ടി ആറളം സ്വദേശിനിയാണ് ആനി രാജ. BJP സംസ്ഥാന ഉപാധ്യക്ഷനായ ശോഭ സുരേന്ദ്രൻ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ഇത്തവണ ജനവിധി നേടുന്നത്. BJP ദേശീയ നിർവാഹക സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതയാണ് ശോഭ സുരേന്ദ്രൻ. പൊന്നാനിയിലെ BJP സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ പാർട്ടിയുടെ വനിതാ സംഘടനയായ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയാണ്. 2016 ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്നു. 2021 സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചെങ്കിലും നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയി. മഹിളാ മോർച്ച ദേശീയ കൗൺസിൽ അംഗവും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമാണ് കാസർകോട്ടെ BJP സ്ഥാനാർത്ഥി ML അശ്വനി. കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് ജനവിധി നേടുന്ന ആദ്യ വനിതാ സ്ഥാനാർത്ഥി കൂടിയാണിവർ. സിറ്റിംഗ് MPമാർ മത്സരിക്കുമെന്ന ധാരണ പ്രകാരം രമ്യ ഹരിദാസ് ഇത്തവണയും ആലത്തൂരിൽ നിന്ന് തന്നെയാകും ജനവിധി നേടുക. കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല.